നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ദാഹമകറ്റാൻ തണ്ണീർപന്തലുകൾ. സഹകരണ വകുപ്പിന്റെ തണ്ണീർപന്തൽ പ്രവർത്തനം തുടങ്ങി. സഹകരണ ബാങ്കുകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് തണ്ണീർപന്തലുകൾ ഒരുക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. കോട്ടയത്ത് ചിത്രം തെളിഞ്ഞു. തുഷാർ വെള്ളാപ്പള്ളി NDA സ്ഥാനാർത്ഥി. 100% വിജയപ്രതീക്ഷയെന്ന് തുഷാർ. തിരുനക്കര ഉത്സവലഹരിയിൽ. 8ാം ഉത്സവദിനം വരെ ഉത്സവബലിയും ദർശനവും. 20-ന് തിരുനക്കര പകൽപൂരം. വാർത്തകൾ വിശദമായി. കനത്ത ചൂടിൽ ജനങ്ങൾക്ക് ആശ്വാസമേകാൻ തണ്ണീർപന്തലുകൾ ഒരുക്കി സഹകരണ വകുപ്പ്. തണ്ണീർപന്തലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാമ്പാടിയിൽ സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. സഹകരണ ബാങ്കുകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് തണ്ണീർപന്തലുകൾ ഒരുക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. കനത്ത ചൂടിൽ വലയുന്ന യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കുടിവെള്ളവും സംഭാരവുമടക്കം സൗജന്യമായി ലഭ്യമാക്കി സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങളിൽ തണ്ണീർപന്തലുകൾ ആരംഭിച്ചു. കോട്ടയം പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പാമ്പാടി ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച തണ്ണീർപന്തലിൽ നിന്നും കുടിവെള്ളം പകർന്നു നൽകി സഹകരണ തണ്ണീർപന്തലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. ചൂട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് സഹായമേകും വിധം സംസ്ഥാനത്ത് എല്ലാ സ്ഥലങ്ങളിലും തണ്ണീർപന്തലുകൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു. എല്ലാ ബാങ്കുകളും അവരുടെ മേഖലയിലെ പൊതുയിടങ്ങളിലും വ്യാപാര തെരുവുകളിലും ആവശ്യാനുസരണം തണ്ണീർപന്തലുകൾ ആരംഭിക്കുമെന്നും വേനൽ അവസാനിക്കും വരെ ഇവ നിലനിർത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരം വലിയ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം സംസ്ഥാനത്ത് പൊതുവിൽ എല്ലായിടത്തും ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ ഇന്നു മുതൽ സംസ്ഥാനത്ത് എല്ലാ സ്ഥലത്തും തണ്ണീർപന്തൽ ആരംഭിക്കാൻ ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം തീരുമാനിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്നലെ തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ അതിൻ്റെ സംസ്ഥാന തലത്തിലുള്ള തുടക്കം പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത്. യോഗത്തിൽ കാപ്കോസ് ചെയർമാൻ KM രാധാകൃഷ്ണൻ അധ്യക്ഷനായി. കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് റെജി സഖറിയ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CM മാത്യു, ഗ്രാമപഞ്ചായത്ത് അംഗം KK തങ്കപ്പൻ, പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VM പ്രദീപ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് അനിൽ നൈനാൻ തുടങ്ങിയവർ പങ്കെടുത്തു. തണ്ണീർപന്തലുകൾ വഴി കുടിവെള്ളം, സംഭാരം, തണ്ണിമത്തൻ ജ്യൂസ്, ഗ്ലൂക്കോസ്, തണുത്ത വെള്ളം, പഴങ്ങൾ, ORS എന്നിവ നൽകും. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് NDA സ്ഥാനാർത്ഥി. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി തന്നെയാണ് പ്രഖ്യാപനം നടത്തിയത്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഇടുക്കിയിൽ BDJS സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനും മത്സരിക്കും. കോട്ടയത്ത് 100% വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്ത് 100% ജയിക്കാൻ കഴിയും NDAക്കെന്നാണ് ഞങ്ങൾ കരുതുന്നത്. സാഹചര്യം ഒരുപാടുണ്ടല്ലോ. കാരണം ഇപ്പോൾ റബ്ബർ വില നിങ്ങളിത് പരിശോധിച്ചാൽ നരേന്ദ്രമോദി സർക്കാർ വന്ന കാലത്തൊന്നും അല്ല റബ്ബറിന് വില താഴെ പോയത്. അതിനു മുമ്പ് ഇവിടെ MP മാരുണ്ടായിരുന്ന അതേ സമയത്ത് അവിടെ വില താഴെ പോവുകയും അത് ഇതുവരെ 1 രൂപ കൂട്ടുവാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഈ പറയുന്ന കേരളത്തിലെ ആലപ്പുഴ ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും റബ്ബർ വലിയ രീതിയിലുള്ളതാണ്. ഈ 19 MP മാരും പലപ്പോഴും നിങ്ങളെ കണ്ടതുപോലെ റബ്ബർ ഷീറ്റ് എടുത്ത് കൊടുക്കുകയും പിടിക്കുകയും ചെയ്തതല്ലാതെ ഗവൺമെൻറ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് കൃത്യമായൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാൻ ഈ കാര്യം വളരെ വ്യക്തമായി പ്രൈം മിനിസ്റ്ററുടെ അടുത്തും അമിത് ഭായിയുടെ അടുത്തും നഡ്ഡാജിയുടെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന് മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 250 രൂപ റബ്ബറിന് അടിസ്ഥാന വില നിശ്ചയിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഇതിന്റെ ഉറപ്പ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം 3 ദിവസം പിന്നിട്ടു. 20-നാണ് തിരുനക്കര പൂരം. കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവന്റെ മണ്ണിൽ ഉത്സവമേളം. വ്യാഴാഴ്ച വൈകുന്നേരമാണ് തിരുവുത്സവത്തിന് കൊടിയേറിയത്. ഉത്സവത്തിന്റെ 3-ാം ദിനമായ ശനിയാഴ്ച പകൽ നടന്ന ശ്രേഷ്ഠമായ ഉത്സവബലി 100 കണക്കിന് ഭക്തരാണ് ദർശിച്ചത്. 8ാം ഉത്സവ ദിനം വരെ ഉത്സവബലി തുടരും. 20-നാണ് പ്രസിദ്ധമായ തിരുനക്കര പൂരം. 21-ന് വലിയ വിളക്കും 22-ന് പള്ളിവേട്ടയും നടക്കും. 23-ാം തീയതിയാണ് തിരുവാറാട്ട്. അന്നേ ദിവസം ആറാട്ടു സദ്യയും ഉണ്ടായിരിക്കും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവുത്സവത്തിന് ദക്ഷിണേന്ത്യയിലെ പ്രഗത്ഭരായ കലാകാരന്മാരെ പങ്കെടുപ്പിച്ച് ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഉത്സവ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ കായിക പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ദ്രോണാചാര്യ KP തോമസ് മാഷിനെ ആദരിച്ചു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ കുട്ടികൾക്കുള്ള കായിക പരിശീലന പദ്ധതിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചിറക്കടവ് പഞ്ചായത്ത് 2023-24 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെട്ട 5-6 ക്ലാസുകളിലെ കുട്ടികൾക്കാണ് കായിക പരിശീലനം പൂർത്തിയാക്കിയത്. പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തെക്കേത്തുകവല ഗവൺമെന്റ് NSLP സ്കൂളിൽ നടന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ 2023-24 വർഷത്തെ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് 5ാം ക്ലാസ് കഴിഞ്ഞ വർഷത്തെ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 50 പേർ, അടുത്ത വർഷം 50 പേരും, അങ്ങനെ 10ാം ക്ലാസ് വരെ തുടർച്ചയായ ഒരു പരിശീലന പരിപാടിയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ ആശയത്തെ ഞാൻ നൂതനമായി പറയാൻ കാരണം സാധാരണഗതിയിൽ ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുകയും പിന്നെ അതിൻ്റെ ബാക്കി ഭാഗമില്ലാതെ പോകുന്നൊരവസ്ഥ. അതിന് പകരം ഈ പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ മേഖലയിൽ നിന്ന് കായിക താരങ്ങളെ സൃഷ്ടിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ലഹരി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൂടി ഈ പ്രവർത്തനത്തെ യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കായികക്ഷമത ഉറപ്പുവരുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിറക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ അധ്യക്ഷയായി. പദ്ധതി നിർദ്ദേശിച്ച ദ്രോണാചാര്യ KP തോമസ് മാഷിനെ ചടങ്ങിൽ ആദരിച്ചു. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ സർട്ടിഫിക്കറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, NT ശോഭന, ആന്റണി മാർട്ടിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ജസ്ന തിരോധാന കേസിൽ CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജസ്നയുടെ പിതാവ് CJM കോടതിയിൽ സമർപ്പിച്ച ഹർജി കോടതി സ്വീകരിച്ചു. സഹപാഠികളായ 5 പേർക്കെതിരെ അന്വേഷണം ഉണ്ടായില്ലെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. എരുമേലി മുക്കൂട്ടുതറ സ്വദേശി ജസ്ന തിരോധാന കേസിൽ CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജസ്നയുടെ പിതാവ് CJM കോടതിയിൽ സമർപ്പിച്ച ഹർജി സ്വീകരിച്ചു. 2018 മാർച്ച് 22-നാണ് ജസ്നയെ കാണാനില്ലെന്ന് കാട്ടി പിതാവ് പോലീസിൽ പരാതി നൽകിയത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് കേസ് CBIയിൽ എത്തിയത്. കുടുംബം പരാതി നൽകിയതിനെ തുടർന്ന് 2021 ഫെബ്രുവരി 19-നാണ് ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കേസിന്റെ അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി CBI കോടതിയിൽ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ജസ്ന മരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് CBIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ജസ്നയുടെ കൂടെ കോളേജിൽ പഠിച്ച 5 പേരിലേക്ക് CBI അന്വേഷണം എത്തിയില്ലെന്ന് ജസ്നയുടെ പിതാവ് ഹർജിയിൽ ആരോപിക്കുന്നു. പുലിക്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയിലാണ് ജസ്നയെ കാണാതായതെങ്കിലും ഈ സ്ഥലങ്ങളിൽ CBI പരിശോധന നടത്തിയിട്ടില്ല. കൂടെ ഡിഗ്രിക്ക് പഠിച്ച സുഹൃത്ത് ജസ്നയെ ചതിച്ചതായി സംശയമുണ്ട്. ജസ്നയ്ക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ടായതിനെക്കുറിച്ച് അന്വേഷിച്ചില്ലെന്നും പിതാവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. കോളേജിന് പുറത്തുള്ള NSS ക്യാമ്പുകൾക്ക് പോയത് അന്വേഷിച്ചിട്ടില്ല. അന്വേഷണം പരാജയമാണെന്നും ഹർജിയിൽ ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ജില്ലയിൽ 15 ഭിന്നശേഷിക്കാർക്കുകൂടി ജില്ലാ പഞ്ചായത്തിന്റെ സ്കൂട്ടറുകൾ. സ്പിൽ ഓവർ പദ്ധതിയിൽപ്പെടുത്തി 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്കൂട്ടറുകൾ വാങ്ങിയത്. 15 ഭിന്നശേഷിക്കാർക്കുകൂടി ജില്ലാ പഞ്ചായത്തിന്റെ സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ ഈ സാമ്പത്തിക വർഷത്തെ സ്പിൽ ഓവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂട്ടറുകൾ നൽകിയത്. ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന സ്കൂട്ടറുകളുടെ 2ാം ഘട്ട വിതരണോദ്ഘാടനം പ്രസിഡന്റ് KV ബിന്ദു നിർവഹിച്ചു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മുച്ചക്ര വാഹനം ഇവിടെ 15 പേർക്കാണ് ഇന്ന് കൊടുത്തത്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ വെച്ചിരുന്ന പ്രോജക്റ്റിൽ 40 പേർക്ക് ഉണ്ടായിരുന്ന പദ്ധതിയായിരുന്നു. അതിൽ 25 പേർക്ക് കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം നമ്മൾ കൊടുത്തു. അതിൻ്റെ ബാക്കി 15 പേർക്ക് ഇന്ന് കൊടുത്തിട്ടുണ്ട്. 23-24 വാർഷിക പദ്ധതിയിൽ 70 പേർക്കും കൂടി നമ്മൾ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസം തന്നെ അത് ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്തു വരികയാണ്. ജില്ലാ പഞ്ചായത്ത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് 3 വർഷം കഴിഞ്ഞു. ഈ 3 വർഷക്കാലത്തും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നിരവധി പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായിട്ട് ഉള്ള ആളുകൾക്ക് ഇപ്പം മുച്ചക്ര വാഹനം അവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. 15 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ 2ാം ഘട്ടത്തിനായി ചെലവഴിച്ചത്. 30 പേർക്ക് ആദ്യഘട്ടത്തിൽ സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ നൽകിയിരുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കായാണ് വാഹനം നൽകിയത്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ PM മാത്യു, മഞ്ജു സുജിത്ത്, PS പുഷ്പമണി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ജെമ്മി, ഹൈമി ബോബി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PV ജയകുമാരി,
സാമൂഹിക നീതി ഓഫീസർ പി പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. UDF കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷൻ ഞായറാഴ്ച പൊൻകുന്നത്ത് നടക്കും. മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. കാഞ്ഞിരപ്പള്ളി പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷൻ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊൻകുന്നം ലീലാമഹൽ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മോൻസ് ജോസഫ് MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. മാണി സി കാപ്പൻ MLA, മുൻ MLA മാലേത്ത് സരളാദേവി, UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ, കൺവീനർ ഫിൽസൺ മാത്യൂസ്, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. 5000-ഓളം പ്രവർത്തകരെ കൺവെൻഷനിൽ പങ്കെടുപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഞായറാഴ്ച നടക്കുന്ന പരിപാടി UDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലം കൺവെൻഷനായിരിക്കും. 5000 പേര് പങ്കെടുക്കുന്ന ഏറ്റവും വലിയ കൺവെൻഷനാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. മണ്ഡലം തലത്തിൽ, ബൂത്ത് തലത്തിലുള്ള കൺവെൻഷനുകളെല്ലാം തന്നെ ഇന്നോടുകൂടി പൂർത്തിയാകും. മുഴുവൻ ഘടകകക്ഷികളുടെ നേതാക്കളും താഴെത്തട്ട് വരെയുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. ഈ രാജ്യത്ത് UP അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് രാജ്യം മുഴുവനും ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി വലിയ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പത്തനംതിട്ട പാർലമെൻറ്റിൽ 4ാം തവണയും ആന്റോ ആന്റണി മത്സരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സംശയവും വേണ്ട, വലിയ ഭൂരിപക്ഷത്തിൽ, ഇരട്ടി ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വരുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ CV തോമസ് കുട്ടി, കൺവീനർ ജിജി അഞ്ചാനി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P G രാജ്, DCC ജനറൽ സെക്രട്ടറി പ്രൊഫസർ റോണി K ബേബി, UDF നേതാക്കളായ മുണ്ടക്കയം സോമൻ, ബിജു പത്യാല, രഞ്ജു തോമസ്, TA ഷിഹാബുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. റബ്ബർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളും റബ്ബർ വിലയിടിവിനെക്കുറിച്ചും പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിനായി കമ്മിറ്റി അംഗങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ എത്തി. റബ്ബർ കർഷകരെയും റബ്ബർ ഉൽപാദക പ്രതിനിധികളെയും റബ്ബർ ബോർഡ് ഗവേഷണ വിഭാഗം ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടെ ഉള്ളവരുമായി ചിറക്കടവ് റബ്ബർ ഉൽപാദക സംഘത്തിൽ വെച്ച് ചർച്ചയും മുഖാമുഖവും നടത്തി. കേരള റബ്ബർ ബോർഡ് അംഗം V നമശിവായത്തിന്റെ നേതൃത്വത്തിലാണ് സംഘം എത്തിയത്. ആധാരം എഴുത്തുകാർ കോട്ടയം സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ടെംപ്ലേറ്റ് സംവിധാനത്തിനെതിരെയായിരുന്നു ധർണ. രേഖകളുടെ സുരക്ഷിതത്വം തകർക്കുന്ന ടെംപ്ലേറ്റ് സംവിധാനത്തിനെതിരെ ആധാരമെഴുത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ സമരം നടത്തി. NCP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PK ആനന്ദക്കുട്ടൻ സമരം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിനെതിരായ സമരമല്ല ആധാരമെഴുത്തുകാർ നടത്തുന്നതെന്നും തൊഴിൽ സംരക്ഷണത്തിനായുള്ള സമരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് എവിടുന്നെങ്കിലും നമ്മുടെ കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമല്ല. ടെംപ്ലേറ്റ് സംവിധാനം ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ആശയമേ അല്ല. ഈ തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെന്റ് പല ഘട്ടങ്ങളിലായി നിങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾ നടത്തുമ്പോഴെല്ലാം നിങ്ങൾക്ക് സമാധാനവും സുരക്ഷിതത്വവും തരുന്ന ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അതുതന്നെയാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയത്തിനും ആധാരമില്ല. കൃത്യമായി അത് പാലിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ സമരത്തിന് അതിന് പ്രയോജനമുണ്ടാകും. ബാബു M ലൂക്കോസ് അധ്യക്ഷനായി. ദീപ്തി, ഷാജഹാൻ, അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മേജർ കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 23 വരെ ക്ഷേത്ര പരിസരവും 3 കിലോമീറ്റർ ചുറ്റളവും ജില്ലാ കളക്ടർ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചു. തിരുവുത്സവത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് പള്ളിക്കത്തോട് ശ്രീഭദ്ര സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് നടത്തിയ നൃത്തസന്ധ്യ ആസ്വാദക ഹൃദയം കവർന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇമാം ഏകോപന സമിതി കോട്ടയം ടൗണിൽ പ്രതിഷേധം നടത്തി. ഇന്ത്യ എന്ന ആശയത്തിനും ഏകത്വത്തിനും എതിരാണ് CAA എന്ന് ഇമാം ഏകോപന സമിതി പറയുന്നു. തോമസ് ചാഴികാടൻ MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA തുടങ്ങിയവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കേരള ഗവൺമെന്റ് ഉൾപ്പെടെ
വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ ഏതാണ്ട് 100ഓളം പിറ്റീഷനുകൾ സുപ്രീം കോടതിയിൽ നിൽക്കുമ്പോഴാണ് ഈ നിയമം നടപ്പാക്കുവാനും വേണ്ടിയിട്ടുള്ള ചട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് ഇപ്പോൾ മുമ്പോട്ട് കൊണ്ടിരിക്കുന്നത്. തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി വർഗീയതയെ പ്രീണിപ്പിക്കുന്ന ഈ നടപടി യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനെതിരായി ഇവിടെയും ശക്തമായ സമരം അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉയരുമ്പോൾ അതോടെ പാലാ നഗരസഭയിൽ 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബിന്നുകൾ വിതരണം ചെയ്തു. പാലാ നഗരസഭാ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ വിതരണ ഉദ്ഘാടനം നടത്തി. ഇതോടൊപ്പം ഹരിതകർമ്മ പ്രവർത്തകർക്ക് പ്ലാസ്റ്റിക് ചാക്കുകളും വിതരണം ചെയ്തു. നമ്മുടെ 23-24 വർഷത്തെ പ്രോജക്റ്റ് നമ്മൾ ബയോബിന്നും ചാക്കുകളും ഇന്ന് വിതരണം ചെയ്യുകയാണ്. ഒന്നാം സംബന്ധിച്ചുള്ള ബയോബിൻ കൊടുക്കുന്ന 400 എണ്ണം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ പണം അടച്ച കൈപ്പറ്റുന്നത് 200 താഴെയുണ്ട്. അറിയിപ്പ് പാമ്പാടി അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ കീഴിൽ ഓഫീസ് അസിസ്റ്റന്റ്, സോഫ്റ്റ്വെയർ പ്രോഗ്രാം എന്നീ സൗജന്യ കോഴ്സുകൾക്ക് സീറ്റുകൾ ഒഴിവുണ്ട്. വിവരങ്ങൾക്ക് ഫോൺ 8289810279. കോട്ടയം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവധിക്കാല ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പുകൾ നടത്തുന്നതിന് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ 30-ന് മുമ്പ് അപേക്ഷിക്കണം. വിവരങ്ങൾക്ക് ഫോൺ 9605003219. കോഴിമതിയിലെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സ്കൂൾ ഓഫ് ആർട്സിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി 2 മാസത്തെ അവധിക്കാല ചിത്രകലാ ക്ലാസ് ഏപ്രിൽ 8-ന് ആരംഭിക്കും. 6 മാസ പാർട്ട് ടൈം ചിത്രകലാ കോഴ്സുകളും ഉടൻ ആരംഭിക്കും. ഫോൺ 9446202858. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദാഹമകറ്റാൻ തണ്ണീർപന്തലുകൾ. സഹകരണ വകുപ്പിന്റെ തണ്ണീർപന്തൽ പ്രവർത്തനം തുടങ്ങി. സഹകരണ ബാങ്കുകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് തണ്ണീർപന്തലുകൾ ഒരുക്കുമെന്ന് മന്ത്രി VN വാസവൻ. കോട്ടയത്ത് ചിത്രം തെളിഞ്ഞു. തുഷാർ വെള്ളാപ്പള്ളി NDA സ്ഥാനാർത്ഥി. 100% വിജയപ്രതീക്ഷയെന്ന് തുഷാർ. തിരുനക്കര ഉത്സവ ലഹരിയിൽ. 8ാം ഉത്സവ ദിനം വരെ ഉത്സവബലിയും ദർശനവും. 20-ന് തിരുനക്കര പകൽപൂരം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.